ഇതല്ല, ഒരു കാര്യം ചെയ്യാം. പ്രതിഭാഗത്തിന് ഞാനൊരു 10 ദിവസത്തെ സമയം കൂടി അനുവദിക്കാം. പത്ത് ദിവസം കഴിഞ്ഞ് കോടതി കൂടുമ്പോ പൂർണ്ണമായ തെളിവുകൾ ഹാജരാക്കിയാൽ മാത്രം നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനമെടുക്കാം. അല്ലെങ്കിൽ വേഗം തന്നെ വിധി പ്രസ്താവിക്കുന്നതിലേക്ക് പോകേണ്ടി വരും. വരുന്ന 21-ാം തീയതിയിലേക്ക് കേസ് മാറ്റിവെക്കുന്നു. അതുവരെ ഗൗതമിന്റെ റിമാൻഡ് തുടരാൻ ഉത്തരവിടുന്നു. The court is adjourned. വായിങ്ങോട്ട്. ചേച്ചി വിഷമിക്കണ്ട. എന്തു പറ്റി ഡിയർ? ആ പഴയ സ്നേഹമൊന്നും ജഡ്ജിക്കില്ലെന്ന് തോന്നുന്നല്ലോ. കണ്ടോ CKC, ഭർത്താവ് വന്ന വഴിയെ ജയിലിലേക്ക് മടങ്ങി പോകുന്നത് കണ്ട് കണ്ണീരോടെ നിൽക്കുന്ന ഉത്തമയായ ഭാര്യയുടെ മുഖം ഒന്ന് കണ്ടുവച്ചോളൂ. ഇവളെ ഇങ്ങനെ കാണുന്നത് തന്നെ എനിക്ക് വല്ലാത്ത കുളിരാ CKC. ഇനി 10 ദിവസം, 10 ദിവസമാണ് കോടതി അനുവദിച്ചിട്ടുള്ളത്. അതിനുള്ളിൽ ഗൗതം നിരപരാധിയാണെന്ന് പ്രൂവ് ചെയ്യാൻ നിനക്കായില്ലെങ്കിൽ ഇപ്പൊ കിട്ടിയ റിമാൻഡ് ശിക്ഷയായിട്ടങ്ങ് മാറും. സംശയം ഒന്നും വേണ്ട. ഒരു ജീവപര്യന്തം അതവന് വാങ്ങിക്കൊടുത്തിരിക്കും ഞങ്ങള്. ഇണയെ വേർപിരിഞ്ഞ് കരഞ്ഞു നടക്കുന്ന ഈ കിളിയെ പിന്നെ ഞങ്ങള് പുറകെ നടന്ന് കൊത്തും. നോക്കിക്കോ നീ. നടക്കില്ലല്ലോ ജ്യോതിർമയി. ഈ പറഞ്ഞ 10 ദിവസം ഉണ്ടല്ലോ, അതെന്റെ ജീവിതത്തില് ഉറക്കമില്ലാത്ത 10 ദിവസങ്ങളായിരിക്കും. അടുത്ത തവണ കോടതി കൂടിക്കഴിഞ്ഞ് ഇതുപോലെ നമ്മൾ പുറത്തേക്ക് വരുമ്പോ എന്നെ ചേർത്ത് പിടിക്കാൻ എന്റെ ഗൗതവും എന്റെ കൂടെ ഉണ്ടാവും. ഇതാണ് നീ നേരത്തെ പറഞ്ഞ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം. നടക്കില്ല നിധി. പ്രണവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഗൗതമിനെ ഞാൻ കുടുക്കിയിരിക്കും. കുടുക്കിയിരിക്കും അല്ലേ? ഈ വാക്കുകളിൽ തന്നെ എല്ലാം ഉണ്ട് CKC. ഗൗതം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കുടുങ്ങിയേനെ. ഇത് ചെയ്യാത്ത കുറ്റം ആയതുകൊണ്ടാണ് തനിക്ക് എന്റെ ഗൗതമിനെ കുടുക്കേണ്ടി വരുന്നത്. മൂന്നുപേരും ഒന്ന് ഓർത്തു വെച്ചോ. കോടതി അനുവദിച്ച 10 ദിവസത്തിനുള്ളിൽ പ്രണവിനെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്നും അത് ചെയ്യിച്ചതാര്, എങ്ങനെ ചെയ്തു, എവിടെ പാർപ്പിച്ചു, എല്ലാം
ഞാൻ ഈ കോടതിയിൽ തെളിയിച്ചിരിക്കും. വെറും തെളിവുകൾ നിരത്തിയായിരിക്കില്ലത്. ഇവളുടെ ഭർത്താവ് പ്രണവിനെ ജീവനോടെ ഈ കോടതിയിൽ കൊണ്ടുവന്ന് നിർത്തി അവനെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. CKCയും ജ്യോതിർമയും ചേർന്നാണ് എന്നെ തട്ടിക്കൊണ്ടു പോകാൻ ഏർപ്പാടാക്കിയതെന്ന്. എന്റെ ഗൗതമിന് ഇങ്ങനൊരു വിധി ഉണ്ടായിരിക്കും, സാരമില്ല. പക്ഷേ നോക്കിക്കോ ശിവാനി, ഇപ്പൊ ഇവരുടെ വാലിൽ തൂങ്ങി നടക്കുന്ന നിനക്ക് എല്ലാം ബോധ്യം വരുന്ന ഒരു ദിവസം വരും. കാത്തിരുന്നു.